കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. ബ്യൂട്ടി ടിപ്സാണ്, നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നൊരു ബ്യൂട്ടി ടിപ്സാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു, ഒരു കമൻറ്റ് വന്നു. കഴിഞ്ഞ 1-2 വീഡിയോ ആ ഒരു സമയത്ത് എനിക്കൊരു ഏതോ ഒരു വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു. വെളുത്ത് മാറുന്ന ഒരു പെട്ടെന്ന് വെളുത്ത് മാറാൻ വേണ്ടിയിട്ടൊരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, അതായത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് പറഞ്ഞു തരാമേ. അതിനായിട്ട് നമുക്ക് വേണ്ടത്, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി കണ്ടോ, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ കടലമാവ്, പിന്നെ അതുപോലെ തന്നെ വേണ്ടത് 1 സ്പൂൺ കടലമാവിന് വേണ്ടത് 2 സ്പൂൺ റോസ് വാട്ടർ വേണം. അപ്പം എനിക്ക് എല്ലാം കൂടി ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നത്, അപ്പോൾ എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു ബെൽ ബട്ടൺ കാണും, അതും കൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ക്ലിയറായിട്ട് കാണാൻ പറ്റും. അപ്പം എൻ്റെ വീഡിയോസൊന്നും ആരും മിസ് ചെയ്യരുത്. സൂപ്പർ കിടിലമായിട്ടുള്ള ഹോം റെമഡീസാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ നമ്മുടെ കടലമാവും, പിന്നെ വേണ്ടത് നമ്മുടെ റോസ് വാട്ടർ 2 ടേബിൾ സ്പൂണാണ് റോസ് വാട്ടർ എടുക്കേണ്ടത്. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ നല്ല സ്കിന്നും നല്ല ബ്രൈറ്റനാകുന്നത് കാണാനായിട്ട്, സ്കിന്ന് നല്ല ബ്രൈറ്റനാകുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതുണ്ടോ, ഞാൻ മിക്സ് ചെയ്തു. ഇനി ഞാനെടുത്തത് എൻ്റെ മുഖത്ത് ഇടുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒന്ന് നോക്കി. കണ്ടോ, ഞാൻ എൻ്റെ മുഖത്ത് ഇതിടുവാണേ. കണ്ടോ, നല്ലപോലെ എല്ലാം തേച്ച് കൊടുക്കണം. ഫേസ് മുഴുവൻ നന്നായിട്ട് തേച്ച്, നമുക്ക് നെക്കിലിടണമെങ്കിൽ നെക്കിലും നമുക്കിതിടാം. നെക്കിലും നമ്മളിത് ഇടണമെങ്കിൽ ഇടാമെന്നല്ല, നെക്കിലും നമ്മൾ മുഖത്ത് എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നോ അതെല്ലാം നമ്മുടെ നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം ഇല്ലെങ്കിൽ രണ്ടിലും നിറവ്യത്യാസം ഉണ്ടാകാം. അപ്പം ഇത് കണ്ടോ, നല്ലതായിട്ട് നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുക. കണ്ടോ, ഞാൻ ഇടുന്നത് കണ്ടോ, നല്ല കട്ടിക്കാണ് ഞാൻ ഫേസ് പാക്ക് ഇടുന്നത്. കണ്ടോ, ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു 10 കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് വാഷ് ചെയ്ത് കളഞ്ഞ് എന്നിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ടവലോ എന്തെങ്കിലും കൊണ്ട് തോർത്തോ, നല്ലൊരു വൃത്തിയുള്ള ഒരു ടവലോ തോർത്തോ കൊണ്ട് നന്നായിട്ട് ഫേസ് ഒന്ന് പതുക്കെ ഒപ്പിയെടുക്കുക. ഇങ്ങനെ തുടച്ച് സ്കിന്നിനെ ഒരു ഇതാക്കി തുടയ്ക്കരുത്. നമ്മൾ നല്ല ആ വെള്ളം, മുഖത്തുള്ള വാഷ് ചെയ്തിട്ട് വന്ന ആ മുഖത്തുള്ള വെള്ളം നമ്മൾ ഒപ്പിയെടുക്കാവുള്ളൂ. സ്കിന്നിൽ നമ്മളെപ്പോഴും
നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ സ്ക്രാച്ച് വീഴുന്ന രീതിയിലൊന്നും നമ്മൾ തോർത്ത് കൊണ്ടോ ടവലോ കൊണ്ടോ ഒന്നും ഇങ്ങനെ ഉരസാൻ പാടില്ല മുഖം. നമ്മളിങ്ങനെ ഒപ്പിയേ എടുക്കാവുള്ളൂ. അങ്ങനെയൊക്കെ ഉരസിക്കഴിഞ്ഞാൽ നമ്മുടെ ടവലാണെങ്കിലും തോർത്താണെങ്കിലും എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഉരസിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖത്തിന് സ്ക്രാച്ച് വീഴും. നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. 10 മിനിറ്റ് വർദ്ധിച്ചിട്ട് സ്കിൻ മുഖം ബ്രൈറ്റൻ ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മുഖം കഴുകിയുള്ള സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ട് കണ്ടോ. സൂപ്പറായിട്ടുള്ളൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.